എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലും മൊബൈൽ ഫോണ്, ഓൺലൈൻ ആക്ടിവിറ്റി എന്നിവയിൽ കൂടി നടക്കുന്ന സൈബർ തട്ടിപ്പുകളെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ദിവസേന കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ സൈബർ തട്ടിപ്പ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ വിഷയത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കണം. ഇപ്പം ഇന്ത്യയിൽ 140 കോടി ജനങ്ങളിൽ ഒരു 120 ഓളം മൊബൈൽ കണക്ഷൻസ് ഉണ്ട്. അതിലൊരു 105 കണക്ഷൻസിനും ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ളതാണ്. ഒരു 60 കോടി സ്മാർട്ട് ഫോൺസ് ഉണ്ട് ഇന്ത്യയിൽ. സോ നമുക്ക് അതിൻ്റെ ഒരു വ്യാപ്തി അറിയാം. ഈ ഫ്രോഡ്സ്റ്റേഴ്സിനെ ഉള്ള ഒരു മാർക്കറ്റ്, ഫ്രോഡ്സ്റ്റർ നടത്താനുള്ള ഒരു മാർക്കറ്റ് ഭയങ്കര വിപുലമാണ്. അപ്പം അടുത്ത കാലത്തല്ല, ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന കുറച്ച് ടിപ്സാണ്. ഈ OTP ആരെങ്കിലും സ്ട്രേഞ്ചേഴ്സ് ചോദിച്ചാൽ ഷെയർ ചെയ്യരുത്, അതുപോലെ നമുക്ക് സംശയാസ്പദമായ ലിങ്കുകളൊന്നും ക്ലിക്ക് ചെയ്യരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പം ഈ തട്ടിപ്പുകാർ വളരെ ഇന്നോവേറ്റീവ്, വളരെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പുകളുടെ പുതിയ രൂപങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പം അവരുടെ സംസാരം, അവരുടെ രീതി, വർത്തമാനം, അവരുടെ ടോട്ടലി അവരുടെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഒക്കെ രീതികളിൽ നമ്മൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരൊരു ഫ്രോഡാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ശരിക്കും അവർ റെപ്രസെൻ്റ് ചെയ്യുന്നെന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ തന്നെ അവിടുന്ന് തന്നെയാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റവും വർത്തമാനവുമാണ് ഇന്ന് കേൾക്കുന്നത്. അപ്പോൾ അതാണ് ആക്ച്വലി നമുക്ക് ഇത് ഫ്രോഡുകളെയും അല്ലാത്തതും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ചില നടന്ന സംഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ അറിയപ്പെടുന്ന സൈബർ തട്ടിപ്പുകളെ പറ്റി നമുക്കൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. വളരെയധികം രീതിയിലാണ്, അതായത് പുതിയ വഴികൾ, പുതിയ രീതികളൊക്കെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു ലിസ്റ്റൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് ഈ അടുത്ത കാലത്ത് നടന്നതും വളരെ പോപ്പുലറായിട്ട് നടന്നതായിട്ടുള്ള ചില മതകളിൽ സംസാരിക്കാം. ഈ വെയിൽ ഫിഷിംഗ് അറ്റാക്ക്, അല്ലെങ്കിൽ സ്പെയർ ഫിഷിംഗ് സ്കാം, അല്ലെങ്കിൽ CEO അറ്റാക്ക് എന്ന് പറയും. അതായത് ഈ വലിയ പോപ്പുലറായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കമ്പനികളിലെ വളരെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരെ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന ഇതിനാണ് ഈ വെയിൽ ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വളരെ പ്രസിദ്ധമായ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്ന് അതിൻ്റെ CMD ആണെന്ന് അവിടുത്തെ ആൾക്കാരെ, ഈ കമ്പനിയിലെ ആൾക്കാരെ തെറ്റിദ്ധരിച്ച്, എസ്പെഷ്യലി എന്നിട്ട് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് പല ട്രാൻസാക്ഷനായിട്ട് ഇപ്പോൾ ഒരു 4 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയ കേസ് ആണ് ഇതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ അടുത്ത കാലത്ത്. ഈ കൊറിയർ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വേറെ ഒരു പുതിയ തട്ടിപ്പ് വഴിയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് പറയാം. ഒരു ബോളിവുഡ് നടിക്ക് ഒരു കോൾ വന്നു. ഒരു ദീപക് ശർമ്മ എന്ന് പറയുന്ന ഒരാളിൽ നിന്നൊരു കോൾ വന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഡെബക്സ് കുരിയർ കമ്പനി എന്ന് വിളിക്കുന്നതാണ്, നിങ്ങളുടെ പേരിൽ ഒരു കുരിയർ വന്നിട്ടുണ്ട്, ആ കുരിയറിനകത്ത് പക്ഷേ ഡ്രഗ്സ് ഉണ്ട്, അപ്പോൾ എനിക്കൊന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മാർഗം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അയാൾ വേറെ ഒരാളെ കണക്ട് ചെയ്തു. ആ ആൾ കസ്റ്റംസ് ഓഫീസറാണെന്ന് ഉള്ള രീതിയിൽ സംസാരിച്ചു. അതായത് ഈ പ്രശ്നം സോൾവ് ചെയ്ത് തരാം, അതിന് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 6 ലക്ഷം രൂപ കൊടുത്തു ഈ കേസിൽ നിന്ന് ഊരിപ്പെടുകയാണ്. പക്ഷെ അത് ഫേക്കായിരുന്നു, അങ്ങനത്തെ കേസൊന്നും ഇല്ലായിരുന്നു, ഫേക്കായിട്ടുള്ള കേസായിരുന്നു. ഇങ്ങനെ ഇത് വളരെ അടുത്ത കാലത്ത് വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു മെത്തേഡാണ്, ഒരു സ്കാമാണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഈ തൊഴിൽ, അതായത് ജോലി സംബന്ധമായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും പറഞ്ഞുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതിലും തട്ടിപ്പില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണാം. ആമസോണ്, ഫ്ലിപ്കാർട്ട്, ഗൂഗിളിലെ ജോലി, ഭയങ്കര വേതനം, അത് ആ പറയുന്ന ജോലിക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളൊക്കെ വളരെ മടങ്ങ് വേതനമാണ് അതിനകത്ത് ഓഫർ ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് തട്ടിപ്പാണെന്നുള്ള കാര്യം. പക്ഷേ അപ്പോൾ ആൾക്കാർ അതിനകത്ത് വീട് പോകാറുണ്ട്. അപ്പോൾ ആ വീട് പോകുന്ന ആൾക്കാർ അതിനകത്ത് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്
അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റ് KYC ID പ്രൂഫിൻ്റെ പല ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് അവരത് ഉപയോഗിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കി, ഫേക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഒക്കെ മാറ്റാനൊക്കെ ശ്രമം നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു ജോബ് സ്കാമാണ് ഇപ്പം ഈ വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ള മെസ്സേജ് ആപ്പിൽ ഈ ഓൺലൈൻ ജോലി, വർക്ക് ഫ്രം ഹോം ജോലി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അതായത് അപ്പോൾ അവർ പറയും ഇത് വളരെ സിമ്പിളാണ്, ഈ ചില വെബ്സൈറ്റിൽ റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി എന്ന് പറയും. അത് ആദ്യം ചെയ്യുമ്പോൾ അവർ 10, 200, 300 രൂപയൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും. അപ്പം തന്നെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആവും. പിന്നെ അവർ പറയും വേറൊരു മർച്ചൻ്റ് ആക്ടിവിറ്റി ഉണ്ട്, അപ്പോൾ അതിനകത്ത് നമ്മൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്താൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർ അതിൻ്റെ ലാഭം കൂട്ടിയിട്ട് ഇപ്പോൾ 1000 രൂപ ഇട്ടാൽ 1400, 1500 രൂപ തിരിച്ചു തരും. അപ്പോൾ ആദ്യം അവർ 2-3 പ്രാവശ്യം അതൊക്കെ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ചെയ്യുന്ന ആൾക്കാർക്കും ആർത്തിയാവും, അല്ലെങ്കിൽ അവർ അതിന് കോൺഫിഡൻസ് ആവും. അപ്പോൾ അവർ ഭയങ്കര എമൗണ്ട് എടുത്ത് ഡിപ്പോസിറ്റ് ചെയ്യും. ഇടുമ്പം വലിയ എമൗണ്ട് ലാഭം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവരുമായിട്ട് അവർ റെസ്പോണ്ട് ചെയ്ത് നിർത്തും. പിന്നെ അവരെ കണക്ട് ചെയ്യാൻ നടക്കത്തില്ല. ഇതുപോലെ ഇതിൻ്റെ വേറൊരു ജോബ് സ്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു കേസാണ്. ഇപ്പം നമ്മൾ IT പെയറാണെങ്കിൽ, ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആളാണെങ്കിൽ ഇൻകം ടാക്സിന് റീഫണ്ട് കാണും. അപ്പോൾ റീഫണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെ ഇൻകം ടാക്സിൻ്റെ ലോഗോ ഒക്കെ വെച്ച് അതേ ലോഗോ ഒക്കെ ഉപയോഗിച്ച് ഇമെയിൽ വരും. അതായത് ബാങ്ക് അക്കൗണ്ട് നമ്പറും പാസ്വേഡും ഒക്കെ കൊടുക്കണം ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി. ഒരിക്കലും പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അറിയാതെ ആൾക്കാർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ നമ്മുടെ മുഴുവൻ ഉള്ള പൈസ അവരെടുത്തുകൊണ്ട് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ വളരെ ഞാൻ പറഞ്ഞില്ല, ഇൻകം ടാക്സ് പേ ചെയ്യുന്നവരൊക്കെ കുറച്ചൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരും വിദ്യാഭ്യാസം ഉള്ളവരും ആണെങ്കിൽ പോലും അതിനകത്ത് വീണ് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അതാണ് ഇങ്ങനെ ഇത് ഇൻകം ടാക്സിൻ്റെ മാത്രമല്ല, ഇതുപോലെ പല രീതികളിലും ആൾക്കാരെ ഇത് പിന്നെ ഫ്രോഡ്സ്റ്റേഴ്സ് ചീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് പല തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ചില അറിയപ്പെടുന്ന രീതിയിലുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. വേറെ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഒരു ലിസ്റ്റൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഇതിങ്ങനെ പുതിയ രൂപങ്ങളും പുതിയ രീതികളിലും പുതിയ മെത്തേഡുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ പോപ്പുലറായിട്ടുള്ള ചില കേസുകൾ നടന്നിട്ടുള്ളത് പറയാം. ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു മനുഷ്യന് ഒരു വീഡിയോ കോൾ വന്നു. അപ്പം വീഡിയോ കോൾ വന്നത് ഒരു സീനിയർ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞു. ഓഫീസർ പറഞ്ഞു നിങ്ങളുടെ ഒരു പെൺകുട്ടിയുടെ സൂയിസൈഡിൽ നിങ്ങളെ പ്രതിയാക്കപ്പെട്ടു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ അയാളെ കാണിച്ചു. ആ പെൺകുട്ടി റിയലും ആയിട്ടുള്ള ബന്ധം കാണിക്കുന്ന രീതിയിൽ. പക്ഷേ അത് മോർഫ് ചെയ്ത വീഡിയോ ആയിരുന്നു. പക്ഷേ ആ മനുഷ്യന് ആ കേസ് വിടുമോ എന്നുള്ള ഭയത്തിലോ അല്ലെ നാണക്കേടുണ്ടാവുന്നുള്ള ഭയത്തിലോ അവർക്ക് പൈസ കൊടുത്തു അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ലക്ഷങ്ങൾ കൊടുത്ത് അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അത് ഫേക്ക് കേസായിരുന്നു എന്ന് പിന്നീട് പോലീസ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാളിനെ ഇതുപോലെ സ്കാമർ വന്നിട്ട് ഒരു പാൻ വെരിഫൈ ചെയ്യാൻ വേണ്ടി, പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് അയാളെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ സ്കാംസ്റ്റേഴ്സിന് ഈ മൊബൈലിൽ കൺട്രോളായി, ആക്സസ് കിട്ടി. എന്നിട്ട് അത് വെച്ചിട്ട് അവർ അതിനകത്തപ്പം അത് ആക്സസ് ചെയ്തപ്പോൾ അതിനകത്ത് അയക്കുന്ന OTP ഒക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു 10-15 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി. അതുപോലെ തന്നെയാണ് വേറെ ഒരു 10-60 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയെ ഈ AnyDesk എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ. അതൊരു ജെന്യുവൻ ആപ്പാണ്. അത് റിമോട്ട് ആക്സസിന് വേണ്ടി ഉപയോഗിക്കുന്ന, തേർഡ് പാർട്ടി ഡിവൈസസ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് ചെയ്തപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഈ ഫ്രോഡ്സ്റ്റർക്ക് അവരുടെ മൊബൈലിൽ ആക്സസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റി. അവർക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റി.
അപ്പം അവർക്കത് കൺട്രോൾ കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ആസിഫിനോ ഈ സ്ത്രീ വർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ആ ഫ്രോഡ്സ്റ്റർക്ക് ആ മൊബൈൽ വർക്ക് ചെയ്യാൻ പറ്റി. എന്നിട്ട് അതിനകത്തുനിന്ന് 3-4 ലക്ഷം രൂപ അവരെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് നീക്കം ചെയ്തു. അപ്പം നമ്മൾ ഓൺലൈനും പിന്നെ മൊബൈൽ ഫോണും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഈ ഇമെയിൽ അതുപോലെ മെസ്സേജ് ഒക്കെ വളരെ നമുക്ക് ഒതൻറ്റിക്കായിട്ട് തോന്നും. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് മാത്രം അത് യൂസ് ചെയ്യാവുള്ളൂ. ഒന്നും നമ്മൾ വളരെ എടുത്തു ചാടി ധൃതിയോടൊന്നും ചെയ്യരുത്, അല്ലേ? തീർച്ചയായിട്ടും. ഈ പ്രായമായുള്ള ആൾക്കാർ, അതായത് മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ അതൊക്കെ യൂസ് ചെയ്യും. പക്ഷെ അതിനകത്ത് അത്ര വലിയ പ്രാവീണ്യമില്ലാത്ത പ്രായമായവരാണ് ഇവരുടെ പ്രൈം ടാർഗറ്റ്. അത് എളുപ്പം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് യങ്സ്റ്റേഴ്സും ശരിക്കും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനകത്ത് വിട്ടുപോയ പല ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ ഇതിന് ഒരു ഇതേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രോഡ്സ്റ്റേഴ്സ്, ഇന്നത്തെ ഫ്രോഡ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലാണ്, ടെക്നിക്കലി ടെക് സേവിയാണ്, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്താണ് ഈ ഫ്രോഡ് ആക്ടിവിറ്റീസ് നടത്തുന്നത്. അപ്പം നമുക്ക് ജെന്യൂൻ ആണോ ഫ്രോഡാണോ എന്ന് പലപ്പോഴും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് ഈ കോളുകളും മെസ്സേജുകളും ഇമെയിലുകളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മളത് വളരെ ഡിലിജൻ്റ് ആയിരിക്കണം. അത് കോഷ്യസ് ആയിരിക്കണം. ഈ പറഞ്ഞ പോലെ നമ്മളത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി കൂടുകയുള്ളൂ. ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ടും ഓൺലൈൻ ആക്ടിവിറ്റി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്നത് കൊണ്ടും അത് വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ഞങ്ങൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.